ഫ്രണ്ട്സ്, റാങ്ക് മേക്കറിന്റെ കോപ്പറേറ്റീവ് സഖി സീരീസിലേക്ക് സ്വാഗതം. പുതിയ വർഷം പുതിയ അവസരങ്ങൾ. 2026 ജനുവരിയിൽ CSEB നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡിസംബർ 23-നാണെങ്കിലും എക്സാമുകൾ നടക്കാൻ പോകുന്നത് 2026-ലായതുകൊണ്ട് നമ്മളിത് 26-ലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം CSEB നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 2025 ഡിസംബർ 23-നാണ്. ഈ ഒരുപാട് വേക്കൻസീസ്, അതായത് ഒരുപാട് സ്ഥാപനങ്ങളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജനുവരി 22-ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജനുവരി 22-ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ആരും ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട, ശുഭകാര്യങ്ങൾ വൈകിപ്പിക്കരുത് എന്നാണ് നമുക്ക് നേരത്തെ തന്നെ ഈ വീഡിയോ കാണുന്നത് നമ്മൾ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു CSEB എക്സാമിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ആണ്, നമ്മുടെ ലൈഫിലേക്കുള്ള പുതിയ പ്രതീക്ഷയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കുറെ പേരൊക്കെ ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ടാകും. എന്നിരുന്നാലും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ്, എത്രത്തോളം വേക്കൻസീസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ജനറൽ ആയിട്ട് നമ്മൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ, CSEB എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ പ്രായപരിധിയാണ്, അതായത് 2025 ജനുവരി 1-ന് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 40 വയസ്സ് പൂർത്തിയാവാനും പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഏജിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ റിസർവേഷൻ കാറ്റഗറി പെട്ടവർക്ക് ഇളവുകളുണ്ട്, അത് കൺസേൺഡ് ആളുകൾ ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിന്റെ പാറ്റേൺ ആണ് 100 ചോദ്യങ്ങൾ 100 മാർക്ക്, അതായത് 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം നോ നെഗറ്റീവ്സ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എക്സാമിന് പാസ്സായി നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 4 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി 16 മാർക്ക് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. ദെൻ ബാക്കിയുള്ള PSC എക്സാം പോലെയല്ല, നമുക്ക് ഇവിടെ ഒരു ചെറിയ ഫീസ് വരുന്നുണ്ട്. ഫീസ് പ്ലസ് GST നമ്മൾ പേ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നോട്ടിഫിക്കേഷൻസും നോക്കാം. അതിന്റെ കാറ്റഗറി നമ്പർ, എത്രത്തോളം വേക്കൻസി ഉണ്ട്, എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, കാറ്റഗറി നമ്പർ 34/2025 ജൂനിയർ ക്ലർക്ക്. അത് വന്നിട്ടുള്ളത് മലപ്പുറം പൊന്നാനി സഹകരണ അർബൻ ബാങ്കിലാണ്. ജൂനിയർ ക്ലർക്കിന്റെ 13 വേക്കൻസീസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ശ്രദ്ധിക്കുക, SC ST കാറ്റഗറിയിൽ 3 വേക്കൻസീസും ജനറലിൽ 10 വന്നിട്ടുണ്ട്. 13 വേക്കൻസീസ് ഉണ്ട്. കാറ്റഗറി നമ്പർ 35/2025 അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ എന്നീ തസ്തികകളിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയൊക്കെയാണെന്നുള്ളത്. ഇടുക്കി തൊടുപുഴ അർബൻ ബാങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒരു വേക്കൻസി. മലപ്പുറം ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്ക് ബ്രാഞ്ച് മാനേജർ ഒരു വേക്കൻസി. കോഴിക്കോട് പയ്യോളി സഹകരണ അർബൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഒരു വേക്കൻസി. വയനാട് സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്കിലേക്ക് ബ്രാഞ്ച് മാനേജർ 3 വേക്കൻസി. കണ്ണൂർ ഏഴോം സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് ഒരു വേക്കൻസി. കണ്ണൂർ മാട്ടൂൽ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസി. കണ്ണൂർ ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് ഒരു വേക്കൻസി എന്നുള്ള രീതിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കാറ്റഗറി നമ്പർ 36/2025 ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ. ഓക്കെ, അത് കൊല്ലം കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി ഉണ്ട്. ദെൻ കോട്ടയം വാഴപ്പള്ളി 2 വേക്കൻസി. മലപ്പുറം കോഡൂർ 4 വേക്കൻസി. മലപ്പുറം രാമപുരം 3 വേക്കൻസി. കോഴിക്കോട് മന്ദരത്തൂർ 3 വേക്കൻസി. കണ്ണൂർ ചിറക്കൽ 2 വേക്കൻസി. കാസർഗോഡ് മഞ്ചേശ്വരം 2 വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ തന്നെയും റിസർവേഷൻസ് ഉണ്ടാകും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യാൻ നേരത്ത്. ദെൻ കാറ്റഗറി നമ്പർ 37/2025 ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ വേക്കൻസി, ഏകദേശം 23 സ്ഥാപനങ്ങൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 37/2025 ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകൾ. നമുക്ക് നോക്കാം. തിരുവനന്തപുരം ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ഹൗസിംഗ് സഹകരണ സംഘത്തില് 1 വേക്കൻസി. എറണാകുളം ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കില് 2, അതില് 1 ഭിന്നശേഷി 1 ജനറൽ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും റിസർവേഷൻസ് ഉണ്ടാവും, അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്താൽ മതി, അപ്പൊ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം. ദെൻ എറണാകുളം കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് 2, തൃശൂർ പൂമംഗലം 1, തൃശൂർ പാവറട്ടി 2, തൃശൂർ നാട്ടിക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 2, പാലക്കാട് കഞ്ചിക്കോട് 4, പാലക്കാട് പൊറ്റശ്ശേരി 3,
മലപ്പുറം കന്മനം 2, മലപ്പുറം ജില്ലാ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് സഹകരണ സംഘം 2 വേക്കൻസി, മലപ്പുറം ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം 1 വേക്കൻസി, മലപ്പുറം തിരുവാലി സർവീസ് സഹകരണ ബാങ്ക് 1 വേക്കൻസി, പാങ്ങ് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറത്ത് ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലപ്പുറം വേങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ 4 വേക്കൻസി, മലപ്പുറം കോൽക്കളം 1 വേക്കൻസി, കോഴിക്കോട് വടകരയിൽ 1, കോഴിക്കോട് ചെലവൂർ 3, വയനാട് മുള്ളൻകൊല്ലി സർവീസ് സഹകരണ ബാങ്കിൽ 4 വേക്കൻസി, മാനന്തവാടി ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ 1, പക്ഷെ ആ 1 ഭിന്നശേഷിക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണൂർ രാമന്തളിയിൽ 2 വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ മൊത്തം 22 എണ്ണമാണ് കാണിച്ചിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് 2 എണ്ണം കൂടെ 21 എണ്ണം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. 2 എണ്ണം കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് സൈറ്റിൽ കയറി നോക്കുക. പിന്നെ വരുന്നത് കാറ്റഗറി നമ്പർ 42/2025 ആണ്. അത് മലപ്പുറം മഞ്ചേരി സഹകരണ അർബൻ ബാങ്ക് ലിമിറ്റഡിൽ 10. അതില് SC/STക്ക് ഒരു റിസർവേഷനും അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിന് ഒരു റിസർവേഷനും ആണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് ഡിസംബർ 23 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതായത് നമ്മുടെ ഈ 2026 തുടക്കത്തിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇത്രയൊക്കെയാണ്. വലിയൊരു അവസരമാണ്. ഈ ഒരു കോട്ട് നോക്കുക, സക്സസ് ഈസ് നോട്ട് എ വിഷ് ഫോർ ദ ന്യൂ ഇയർ, ഇറ്റ്സ് എ ഹാബിറ്റ്. ഈ പുതിയ വർഷത്തില് നമ്മുടെ വിജയം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് അവശേഷിക്കാതിരിക്കട്ടെ, അത് നമ്മുടെ ഒരു ശീലമാട്ടെ. ശീലം നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു നമ്മുടെ കോപ്പറേറ്റീവ് സഖി സീരീസിൽ നമ്മൾ CSEB എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ വരുന്ന വീഡിയോസ് എന്നുള്ള രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷൻ തിയറി പാർട്ട്, ലോ പാർട്ട്, ബാങ്കിങ്, അക്കൗണ്ടിങ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാത്തിനെ കുറിച്ച് ചെയ്യും. അതുപോലെ നമ്മൾ ജനറൽ PSC വീഡിയോസും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ തരുന്നതായിരിക്കും. ഈ ഒരു കോട്ടിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സക്സസ് ഒരു ആഗ്രഹമാവാതിരിക്കട്ടെ, അതിനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. താങ്ക് യു.